ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കാറ്റഡ് കാറ്റഗറി 3 ഹിന്ദിയുടെ മെയ് 2021 നടന്ന എക്സാമിൻ്റെ അനാലിസിസാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ വീഡിയോസ് കാണാത്തവർ ആ വീഡിയോസ് കാണാൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ഓരോ സെക്ഷനിലും എത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പെഡഗോഗിയാണ്. കാറ്റഗറി 4കാർക്കും കാറ്റഗറി 3കാർക്കും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് പെഡഗോഗി. നമുക്കറിയാം ഹിന്ദിയിൽ 80 മാർക്കിനുള്ള ക്വസ്റ്റ്യനിൽ 30 മാർക്കും പെഡഗോഗിക്കാണ്. വളരെ സിമ്പിളാണ്. ചില കാര്യങ്ങൾ നമുക്ക് ഈസിയാണ് പഠിക്കുക. അത് ഈസി കാര്യങ്ങൾ ട്രിക്സിലൂടെ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് പെഡഗോഗി ഈസി ആണെന്നും ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സിലബസ് വൈസ് കേട്ടിട്ടിൻ്റെ ഹിന്ദി ക്ലാസ്സസ് കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടും എന്ന് തോന്നുകയാണെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, छात्रों में रचनात्मक क्षमता के विकास के लिए शिक्षक को क्या करना चाहिए? രചനാത്മക ക്ഷമതയാണ് അല്ലേ നമുക്ക് വികസിപ്പിക്കേണ്ടത്. രചനാത്മക ക്ഷമതയാണ്. ऑप्शन ए बोलने का अधिक अवसर देना, ऑप्शन बी स्वाध्याय में रुचि जागृत करना, ऑप्शन सी लिखित कार्य का अधिक अवसर देना, ऑप्शन डी उपर्युक्त सभी. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ലിഖിത് കാര്യക്ക അധിക അവസർ ദേന. രചനാത്മക ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബഹുമുഖി ബുദ്ധി സിദ്ധാന്ത്. ഇത് സൈക്കോളജിയിൽ നിന്നാണ്, ഗാർഡനറിൻ്റെ ആണ്. ഓൾറെഡി നമുക്ക് സൈക്കോളജി പഠിക്കാനുണ്ട്. അതിൽ ഹിന്ദി ടേംസ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ സിലബസ് വൈസ് പെഡഗോഗിയുടെ ക്ലാസ് ഇടുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ. ഓക്കെ, से आप क्या समझते हैं? ओके, ऑप्शन ए मानव में विभिन्न प्रकार की बौद्धिक क्षमताएं विद्यमान है, ऑप्शन बी संसार की विभिन्न भाषाओं में सार्वभौम नियम विद्यमान है, ऑप्शन सी भाषा विभिन्न विधाओं में कायम रहती है, ऑप्शन डी शुद्ध उच्चारण बलादत आदि पर आधारित भाषा शिक्षण सिद्धांत. ऑप्शन ए ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. മാനവ് में विभिन्न प्रकार की बौद्धिक क्षमताएं विद्यमान है. ഒരു മനുഷ്യനിൽ പലതരത്തിലുള്ള ബുദ്ധിയുണ്ട്. ഇപ്പോൾ നമുക്ക് കണക്ക് ചെയ്യാൻ അറിയുന്ന ആൾക്ക് ചിലപ്പോൾ പാട്ട് പാടാൻ അറിയുണ്ടാവും. അങ്ങനെ പല പല കഴിവുകളും ഉണ്ടാവും അല്ലേ. ആ ഒരു കാര്യമാണ് ഗാർഡനർ ബഹുമുഖി ബുദ്ധി സിദ്ധാന്തത്തിൽ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, कक्षाध्यापन के सामान्य सिद्धांत के अंतर्गत कौन सा नहीं है? ऑप्शन ए रुचि का सिद्धांत, ऑप्शन बी ध्वनि का सिद्धांत, ऑप्शन सी बोलचाल का सिद्धांत, ऑप्शन डी व्यक्तिगत भिन्नता का सिद्धांत. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ധ്വനി കാ സിദ്ധാന്ത്. കാരണം നമുക്കറിയാം നമ്മുടെ ക്ലാസ്സിൽ പാട്ട് പാടുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ആ രുചി നമ്മൾ വളർത്തിക്കൊണ്ടുവരണം അല്ലേ. നമ്മൾ ആ കുട്ടികളോട് സംസാരിച്ച് അവരോട് ഇടപഴകണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ബോൾചാൽ കാ സിദ്ധാന്ത്. വ്യക്തിഗത് ഭിന്നത കാ സിദ്ധാന്ത്. എന്താണ്, ക്ലാസ്സിൽ ഓരോ കുട്ടികളും യുണീക്കാണ് അല്ലേ. ഒരു കുട്ടിയെ പോലെ വേറൊരു കുട്ടി ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം. അങ്ങനെ വേണം അവരോട് പെരുമാറാൻ അല്ലേ. അപ്പോൾ ഇതിൽ ധ്വനി കാ സിദ്ധാന്താണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻമേം പ്രയോഗശാല യോജന. പ്രയോഗശാല അറിയാലോ, പ്രാക്ടിക്കലാണ് കേട്ടോ. സേ വിഖ്യാത് कौन सी है? ऑप्शन ए वर्ध योजना, ऑप्शन बी हर बर्ड पाड़ योजना, ऑप्शन सी डाल्टन योजना, ऑप्शन डी ഗാർഗി ശിക്ഷ യോജന. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ഡാൾട്ടൺ യോജന. ഡാൾട്ടൺ ഒരു അമേരിക്കക്കാരനാണ്. അതുകൊണ്ട് തന്നെ പ്രയോഗശാല യോജന അദ്ദേഹത്തിൻ്റെ ആണ് കേട്ടോ. नेक्स्ट क्वेश्चन, सामाजिक संरचनावाद या सामाजिक ज्ञान निर्मितिवाद के പ്രണേത കോൺ ഹെ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. ഓക്കെ, സൈക്കോളജിയിലും ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വരും, പെഡഗോഗിയിലും. ഓക്കെ, ഓപ്ഷൻ എ സുക്കറാത്ത്, ഓപ്ഷൻ ബി പൗലോ, ഓപ്ഷൻ സി വൈക്കോട്സ്കി, ഓപ്ഷൻ ഡി ഹാർവാർഡ് ഗാർഡനർ. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, വൈക്കോട്സ്കി. ഓക്കെ, വൈക്കോട്സ്കി ആണ് പറയുന്നത് സമൂഹത്തിൽ കൂടിയാണ് കുട്ടി പഠിക്കുന്നതും അറിവുകൾ സമ്പാദിക്കുന്നതും. അങ്ങനെ എന്താ പറയുക, കോപ്പറേറ്റ് ലേണിംഗ്, കൊളാബറേറ്റ് ലേണിംഗ്, അതായത് സംഖ്യാധ്യയൻ, സഹകാരി അധ്യയൻ, സഹവർത്തി അധ്യയൻ, ഒപ്പം ഇരുന്ന് ഗ്രൂപ്പായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞ ആളാണ് വൈക്കോട്സ്കി. അപ്പം വൈക്കോട്സ്കിയുടെ ധ്യേനാണ് സാമാജിക് ജ്ഞാന നിർമ്മിതിവാദം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. नेक्स्ट क्वेश्चन, कविता शिक्षण में घंटान्वय प्रणाली का दूसरा नाम है? ऑप्शन ए
समीक्षा प्रणाली, ऑप्शन बी प्रश्नोत्तर प्रणाली, ऑप्शन सी तुलना प्रणाली, ऑप्शन डी गीत प्रणाली. ओके, അപ്പോൾ ക്വറി സിസ്റ്റം, അതായത് ഖണ്ഡാന്വയ പ്രണാളി എന്ന് പറഞ്ഞാൽ ക്വറി സിസ്റ്റം, ക്വസ്റ്റ്യൻ ആൻസറിങ് ആണ് കേട്ടോ. പ്രശ്നോത്തർ പ്രണാളിയാണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓരോന്നിൻ്റെ മീനിങ് മനസ്സിലായാലാണ് നമുക്ക് ഈ പെഡഗോഗിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ആക്ച്വലി അത് ഖണ്ഡാന്വയ പ്രണാളി എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമുക്കൊരു ഡൗട്ട് വന്നത്. അതെന്താണ്? ക്വറി സിസ്റ്റമാണ്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്, പ്രശ്നോത്തർ പ്രണാളി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. भाषा अध्यापन के ग्राह्यात्मक उद्देश्य का संबंध किससे है? ऑप्शन ए अभिव्यक्त करने की क्षमता प्राप्त करना, ऑप्शन बी सुन पढ़कर समझने की क्षमता प्राप्त करना, ऑप्शन सी लिखने की क्षमता प्राप्त करना, ऑप्शन डी भाषण करने की क्षमता प्राप्त करना. ओके, അപ്പോൾ റിസപ്റ്റീവ്, അതായത് ഗ്രാഹ്യാത്മക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയെ വിചാരവും സുചാവവും ആത്തിക്കോ സുന്നേക്കലിയെ തയ്യാർ, ഗ്രഹണശീൽ. അപ്പോൾ എന്താണ്? കേട്ടിട്ട് മനസ്സിലാക്കി പഠിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, സുൻ പഠ്കർ സമജ്നെ കി ക്ഷമത പ്രാപ്ത് കർണ. ഓക്കെ, ആ ഗ്രാഹ്യാത്മകിൻ്റെ അർത്ഥം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. അത് കുറച്ച് ടേംസ് ഉണ്ട്, അതിൻ്റെ ക്ലാസ് നമുക്ക് എടുക്കാം കേട്ടോ. नेक्स्ट क्वेश्चन. प्रत्यक्ष से अप्रत्यक्ष की ओर यह शिक्षण में किसके अंतर्गत आता है? ओके, ऑप्शन ए शिक्षण मूल्यांकन, ऑप्शन बी शिक्षण सूत्र, ऑप्शन सी शिक्षण सिद्धांत, ऑप्शन डी शिक्षण तकनीकी. ഓപ്ഷൻ ബി ശിക്ഷൺ സൂത്രാണ് കറക്റ്റ് ആൻസർ. അതായത് നമ്മുടെ മുന്നിലുള്ളത് പ്രത്യക്ഷത്തിലുള്ള കാര്യങ്ങൾ ആദ്യം കുട്ടിയെ മനസ്സിലാക്കി പഠിപ്പിച്ചിട്ട് അപ്രത്യക്ഷമായ പ്ലാനറ്റ്സ്, മെർക്കുറി, വീനസ്, മാർസ് ഒക്കെ പഠിപ്പിക്കുക. ഓക്കെ, नेक्स्ट क्वेश्चन. मातृभाषा के प्रयोग के बिना मात्रेतर भाषा शिक्षण विधि कौन सी है? ऑप्शन ए परोक्ष विधि, ऑप्शन बी प्रत्यक्ष विधि, ऑप्शन सी व्याकरण अनुवाद विधि, ऑप्शन डी വ്യതിരേഖ വിധി. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്രത്യക്ഷ വിധി. അതായത് നമ്മൾ ചില ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലുണ്ടാവും അല്ലേ, ഇംഗ്ലീഷ് മാത്രം സംസാരിച്ചാൽ മതി, എല്ലാവരോടും ഇംഗ്ലീഷിൽ സംസാരിക്കുക, കോൺവെർസേഷൻ ഇംഗ്ലീഷിൽ മതി എന്ന് പറയുന്നതുണ്ടല്ലോ, അതാണ് പ്രത്യക്ഷ വിധി. അതാണ് ഇവിടെ മാതൃഭാഷ വേണ്ട എന്ന് പറയുന്നത്. പരോക്ഷ വിധിയിൽ നമ്മൾ നിയമങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കുന്നതാണ് പരോക്ഷ വിധി. ഗ്രാമറൊക്കെ ആദ്യം മനസ്സിലാക്കി പതുക്കെ പഠിക്കുന്നത്. വ്യാകരണ അനുവാദ് വിധി, അത് നിങ്ങൾക്ക് അറിയുണ്ടാവും. അനുവാദ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്ലേഷൻ ആണ് അല്ലേ, അതങ്ങനെയാണ്. വ്യതിരേഖ വിധിയിൽ നമ്മൾ മാതൃഭാഷ ഉപയോഗിക്കും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, പ്രത്യക്ഷ വിധി. പ്രത്യക്ഷ വിധി അവർ ചില CBSE സ്കൂൾസൊക്കെ പോലെ ഹിന്ദി മാത്രം അല്ലെ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കണം, ക്ലാസ്സിലും പുറത്തും അങ്ങനെയൊക്കെ പറയില്ലേ, അങ്ങനെ പഠിക്കുന്ന രീതിയാണ് കേട്ടോ പ്രത്യക്ഷ വിധി. ഈ വിധികൾ കുറേ ഉണ്ട്, നമുക്ക് ഇത് വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ക്ലാസ് ഇടാം. नेक्स्ट क्वेश्चन. वस्तुनिष्ठ प्रश्नों के उदाहरण है. वस्तुनिष्ठ प्रश्नों के उदाहरण. ऑप्शन ए लघुत्तरात्मक प्रश्न, ऑप्शन बी निबंधात्मक प्रश्न, ऑप्शन सी बहुविकल्पीय प्रश्न, ऑप्शन डी विश्लेषणात्मक प्रश्न. ओके, അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? വസ്തുനിഷ്ഠ പ്രശ്നം അല്ലേ. വസ്തുനിഷ്ഠ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ, ഏതൊക്കെയാണ് വരുന്നത്? ഏക് ശബ്ദമേം ഉത്തർ, മാച്ചിങ്, ട്രൂ ഓർ ഫോൾസ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അതൊക്കെയാണ് വസ്തുനിഷ്ഠ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വസ്തുനിഷ്ഠ പ്രശ്നം, ഓരോ പ്രശ്നം പലതരത്തിലുള്ള ചോദ്യങ്ങളുണ്ട് അല്ലേ, എസ്സേ ടൈപ്പ്, ഷോർട്ട് എസ്സേ ടൈപ്പ്, അങ്ങനെയുണ്ട് അല്ലേ. അപ്പോൾ വസ്തുനിഷ്ഠ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു വാക്കിൽ ആൻസർ ചെയ്താൽ മാച്ച് ദ ഫോളോയിങ്, ട്രൂ ഓർ ഫോൾസ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെയാണ് അതിൽ വരുന്നത്. ഓപ്ഷൻ എ ലഘുത്തരാത്മക്, ഓപ്ഷൻ ബി നിബന്ധാത്മക്, ഓപ്ഷൻ സി विकल्पीय प्रश्न, ऑप्शन डी विश्लेषणात्मक प्रश्न. ലഘുത്തരാത്മക് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ആൻസേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത് എന്താ പറയുക, വസ്തുനിഷ്ഠല്ല. നിബന്ധാത്മക് എസ്സേ ആണ്, അപ്പോഴും ആ ഒരു കാറ്റഗറിയിൽ വരില്ല. ബഹുവികൽപ്പീയ പ്രശ്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. വിശ്ലേഷണാത്മക പ്രശ്നം നിങ്ങൾക്കറിയാം, അനലൈസ് ചെയ്തിട്ട് എഴുതേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ബഹുവികൽപ്പീയ പ്രശ്നം. റിപ്പീറ്റ് ചെയ്ത് കേട്ടറിന് എക്സാമിന് ചില ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുക, അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ വസ്തുനിഷ്ഠയിൽ വരുന്നത് ഒറ്റ വാക്കിൽ ആൻസർ എഴുതുക, മാച്ച് ദ ഫോളോയിങ്, ട്രൂ ഓർ ഫോൾസ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അതൊക്കെയാണ് വസ്തുനിഷ്ഠ പ്രശ്നങ്ങൾ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
उपचारात्मक शिक्षण किसके लिए है? ഉപചാരാത്മക ശിക്ഷൺ, അതായത് റെമഡിയൽ ടീച്ചിങ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ ആണ് കേട്ടോ റെമഡിയൽ ടീച്ചിങ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ റെമഡിയൽ ടീച്ചൺ, ഉപചാരാത്മक शिक्षण. ऑप्शन ए शिक्षक पिछड़ापन दूर करने के लिए, ऑप्शन बी वार्षिक आयोजन के लिए, ऑप्शन सी प्रतिभावान छात्रों को प्रोत्साहन देने के लिए, ऑप्शन डी पाठ योजना तैयार करने के लिए. ऑप्शन ए ആണ് കറക്റ്റ് ആൻസർ, ശൈക്ഷിക് പിछड़ापन दूर करने के लिए. റെമഡിയൽ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഇത്തിരി പിന്നോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ഒരു കെയർ കൊടുക്കില്ല, അതിനെയാണ് റെമഡിയൽ ടീച്ചിങ് എന്ന് പറയുന്നത്. അവർക്ക് സങ്കടമൊന്നും ഉണ്ടാവാതെ അവരുടെ ഒപ്പം ഇരുന്ന് നമ്മൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കൊടുക്കുക. അതായത് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം കുട്ടികൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അവരെ വിളിച്ച് ഇപ്പോൾ അവർക്ക് അക്ഷരമാലയിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അക്ഷരമാലയൊക്കെ ഒന്ന് അടുത്തിരുത്തി പറഞ്ഞു കൊടുക്കുക. അതാണ് റെമഡിയൽ ടീച്ചിങ്. ഓക്കെ, പിछड़ापन ബാക്കിൽ നിൽക്കുന്ന കുട്ടികളുടെ അവർക്ക് എന്തൊക്കെയാണ് അവരെ പിന്നിലോട്ടാക്കുന്നത് ആ കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടീച്ചിങ് ആണ് റെമഡിയൽ ടീച്ചിങ്. ഉപചാരാത്മക ശിക്ഷൺ ഇമ്പോർട്ടൻ്റ് ആണ്. नेक्स्ट क्वेश्चन, व्याकरण शिक्षण में निम्नलिखित कौन सा क्रम शिक्षण सूत्रों का पालन करता है? ऑप्शन ए नियम विश्लेषण उदाहरण, ऑप्शन बी नियम उदाहरण विश्लेषण, ऑप्शन सी विश्लेषण नियम उदाहरण, ऑप्शन डी उदाहरण विश्लेषण नियम. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ആദ്യം ഉദാഹരണം പറയും, പിന്നെ നമ്മളത് വിശ്ലേഷണം ചെയ്യും, എന്നിട്ട് നമ്മൾ നിയമം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, शिक्षण के दौरान शिक्षक को इनमें से किस पर विशेष ध्यान देना चाहिए? ओके, ऑप्शन ए छात्रों की क्रियाशीलता पर, छात्रों की रुचियों पर, छात्रों की वैयक्तिक भिन्नताओं पर, उपयुक्त सभी पर. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ഉപയുക്ത സഭി. രുചി നമ്മൾ വളർത്തണം, ക്രിയാശീലത കുട്ടികളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്ത് അവർക്ക് അനുഭവങ്ങൾ ഉണ്ടാക്കണം അല്ലേ, പ്രാക്ടിക്കൽ ക്ലാസ്സസ് നമ്മൾ കൊടുക്കണം. അവരുടെ ഓരോരുത്തരും യുണീക്കാണെന്നുള്ള കാര്യങ്ങളും നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് എല്ലാതും ഉപയുക്ത സഭി പർ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം കുട്ടിയുടെ. नेक्स्ट क्वेश्चन, पाठ योजना के संबंध में गलत बयान कौन सा है? ओके, पाठ योजനയെ സംബന്ധിച്ച് തെറ്റായത് കേട്ടോ. ऑप्शन ए यह अधिकम उपलब्धि के अनुसार होनी चाहिए, यह लचीली नहीं होनी चाहिए, इनमें मूल्यांकन की भी व्यवस्था होनी चाहिए, ऑप्शन डी यह छात्रों की वैयक्तिक भिन्नता के अनुकूल होनी चाहिए. ऑप्शन बी ആണ് കേട്ടോ കറക്റ്റ് ആൻസർ, यह लचीली नहीं होनी चाहिए. ലച്ചീലി എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലെക്സിബിൾ ആണല്ലേ. നെഹി ഹോനി എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലെക്സിബിൾ ആവാൻ പാടില്ല, ഫ്ലെക്സിബിൾ ആവണം. എപ്പോഴും പാഠയോജന ഫ്ലെക്സിബിൾ ആവണം, കുട്ടികൾക്കനുസരിച്ച് കുട്ടികളുടെ മൂഡിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കണം അല്ലേ നമ്മുടെ പാഠയോജന. ഇതെൻ്റെ പാഠയോജനയാണ്, ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ഇത് മൊത്തം പഠിപ്പിച്ച് തീർക്കും, അങ്ങനെയൊന്നും നമ്മൾ പറയാൻ പാടില്ല. നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് തെറ്റായിട്ടുള്ള കാര്യം. പിന്നെ അധികം ഉപലബ്ധി നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണം. അധികം ഉപലബ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പാഠം പഠിച്ചിട്ട് കുട്ടിക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ചാപ്റ്റർ അതിന്ന് ലെറ്റർ എഴുതാൻ കുട്ടി പഠിക്കണം, അതാണ് ആ കുട്ടിയുടെ അധികം ഉപലബ്ധി. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ മൂല്യാങ്കൻ എത്രത്തോണ്ട് മനസ്സിലായി, എന്തൊക്കെ കാര്യങ്ങൾ കുട്ടിക്ക് മുന്നിലോട്ട് പോയി അതും മനസ്സിലാക്കണം. നെക്സ്റ്റ് വൈയക്തിക് ഭിന്നത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്, ഓരോ കുട്ടിയും യുണീക്കാണ്. അതെപ്പോഴും അധ്യാപകൻ്റെ മനസ്സിലുണ്ടാവണം. അതിനനുസരിച്ചിട്ട് വേണം എല്ലാ പ്ലാനിങ്ങും ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നന്നായിട്ട് പഠിക്കണ കുട്ടിക്കും മനസ്സിലാവണം, ഏറ്റവും പഠിക്കാത്ത കുട്ടിക്കും മനസ്സിലാവണം, എല്ലാവർക്കും മനസ്സിലാവുന്ന പോലെ ഒരു പാഠയോജനയാണ് അല്ലേ നമ്മുടെ അധ്യാപകർ മുന്നിലോട്ട് വെക്കേണ്ടത്. അതാണ്. नेक्स्ट क्वेश्चन, हिंदी दिवस के रूप में उल्लेखनीय दिन है? ऑप्शन ए सितंबर 14 और जनवरी 10, ऑप्शन बी सितंबर 14 और अक्टूबर 5, ऑप्शन सी सितंबर 5 और अक्टूबर 5, ऑप्शन डी सितंबर 14 और नवंबर 20. ऑप्शन ए ആണ് കറക്റ്റ് ആൻസർ, സിതംബർ 14 और जनवरी 10. ഓക്കെ, സിതംബർ 14 നാഷണൽ ഹിന്ദി ഡേ ആണ്, ജനുവരി 10 വേൾഡ് ഹിന്ദി ഡേ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വയ്ക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
छात्रों को अधिकाधिक यांत्रिक अनुभव प्रदान करने के लिए सबसे उचित विधान ഏതാണ്? അധ്യാപക ആദർശവാചനം ഉണ്ടായ കുട്ടികളെല്ലാവരും നന്നായി ശ്രദ്ധിച്ചിരിക്കുമോ? ചില മിടുക്കന്മാരെ അങ്ങനെ മുന്നിലോട്ട് നിൽക്കുന്നവർ ചിലപ്പോൾ ശ്രദ്ധിക്കും അല്ലേ. ചില കുട്ടികൾ പേന നിലത്ത് വീണു, പെട്ടെന്നൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. ഓക്കെ. ദൃശ്യ ശ്രവ്യ സാധനവും കാ പ്രയോഗ്, അത് നല്ല ഒരു കാര്യമാണ് അല്ലേ. ടി വിയിലൊക്കെ കാണുമ്പോൾ, വലിയൊരു പ്രൊജക്ടറിലൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു അനുഭവം അതൊരു നല്ല ആ കുട്ടികളെ അത്രയും ശ്രദ്ധിച്ച് അവരിയ്ക്കും. ഗൃഹപാഠ്, പുരസ്കാർ ഔർ ദണ്ഡ്, ഇതിൽ ഏറ്റവും നല്ല മാർഗം ഏതാണ്? ഓപ്ഷൻ ബി ദൃശ്യ ശ്രവ്യ സാധനവും കാ പ്രയോഗം. പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസറിൽ എത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 134 ആണ്. ദ്രുത പാഠ് के संबंध में गलत बयान कौन सा है? ഓക്കെ, ഗലത്താണ് കേട്ടോ. ഗലത്ത് സഹി ഒക്കെ ചോദിക്കുമ്പോൾ ഗലത്ത് ആണെന്ന് നിങ്ങൾ ഉറപ്പാക്കണേ. ഗലത്ത് തെറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ऑप्शन है इनमें अर्थबोध पर विशेष ध्यान दिया जाता है. ऑप्शन बी इनमें मौन वाचन पर अधिक बल दिया जाता है. ऑप्शन सी इसमें भाषाई तत्वों का सूक्ष्म अध्ययन किया जाता है. ऑप्शन डी इनमें कहानियाँ जीवनियाँ आदि विशेष रूप से उपयोगी है. आद्യം ദ്രുത പാഠ് എന്താണെന്ന് അറിയണം അല്ലേ. वह पाठ जो बच्चों की ज्ञानवृत्ति और मनोरंजन के लिए सहायक हो. അപ്പോൾ മനോരഞ്ജനും ജ്ഞാനവൃത്തിക്കും സഹായകം അല്ലാത്തത് ഏതാണെന്ന് നോക്കിയാൽ മതി. മൗനവാചനമായിരിക്കും അല്ലേ. അത് ആ കുട്ടിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് മനോരഞ്ജനം ഉണ്ടാക്കുന്നതായിരിക്കില്ല. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇസ്മേം മൗനവാചൻ പർ അധിക് ബൽ ദിയാ ജാത്താ ഹെ. ഓക്കെ, കുട്ടികളെ കളിയിലൂടെ ഒക്കെ പഠിപ്പിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, इनमें कौन सा मौनवाचन का उद्देश्य नहीं है? मौनवाचन എന്ന് പറഞ്ഞാൽ എന്താ? സൈലൻറ്റ് റീഡിങ് അല്ലേ. ഓപ്ഷൻ എ സ്വാധ്യായ കാ വികാസ്, അത് മൗനമായിട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഉള്ളിൽ നിന്ന് നമുക്ക് മനസ്സിലാവില്ല ഓരോ കാര്യങ്ങളും നമ്മൾ സൂക്ഷ്മമായിട്ട് വായിക്കുമ്പോൾ. ऑप्शन बी उच्चारण का विकास. ऑप्शन सी ज्ञान का विकास. ऑप्शन डी शब्द भंडार का विकास. ऑप्शन बी ആണ് കറക്റ്റ് ആൻസർ. ഉച്ചാരൺ കാ വികാസ്. ഉച്ചാരൺ കാ വികാസ് നഹീം ഹെ. കാരണം എന്താണ്? മൗനമായിട്ടാണ് വായിക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ ഉച്ചരിക്കാനുള്ള ഒരു അവസരം ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ. नेक्स्ट क्वेश्चन, इनमें निबंधात्मक प्रश्न का गुण कौन सा है? ऑप्शन ए परीक्षकों के व्यक्तिगत दृष्टिकोण का प्रभाव पड़ता है. ऑप्शन बी उत्तर निश्चित होता है. ऑप्शन सी भाषा शैली की जांच संभव है. ऑप्शन डी स्मरण शक्ति को प्रोत्साहन मिलता है. ऑप्शन डी ആണ് കറക്റ്റ് ആൻസർ. സ്മरण शक्ति को प्रोत्साहन मिलता है. എസ് ആണ് കേട്ടോ. എസ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, एक से अधिक ज्ञानेंद्रियों का प्रयोग बालक के अधिगम को अधिक प्रभावशाली बना देता है. इस पर आधारित शिक्षण का सिद्धांत. ഈ എന്താ പറയുക, ജ്ഞാനേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചിട്ട് കുട്ടികൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുട്ടികളുടെ ബുദ്ധി കുറച്ചും കൂടി നന്നായിട്ട് പ്രഭാവശാലികളാവുന്നു കുട്ടികൾ എന്ന് പറയുന്ന ഏത് സിദ്ധാന്തത്തിലാണ്? പുനർബലൻ കാ സിദ്ധാന്ത്. ഓപ്ഷൻ ബി ക്രിയാശീലത കാ സിദ്ധാന്ത്. ഓപ്ഷൻ സി ചയൻ കാ സിദ്ധാന്ത്. ഓപ്ഷൻ ഡി जनतांत्रिक व्यवहार का सिद्धांत. ഓപ്ഷൻ ബി ക്രിയാശീലത കാ സിദ്ധാന്താണ് കേട്ടോ കറക്റ്റ് ആൻസർ. ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങൾ കുട്ടികൾ മറക്കില്ല. ഓക്കെ, അതാണ് കറക്റ്റ് ആൻസർ. ആ ഒരു കാര്യമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, किसी पाठ योजना की शुरुआत में अध्यापक को किस बात पर विशेष ध्यान रखना है? ऑप्शन ए छात्रों के पूर्व ज्ञान पर. ऑप्शन बी अध्यापकों की शैक्षिक योग्यताओं पर. ऑप्शन सी गृह कार्य पर. ऑप्शन डी वार्षिक परीक्षा पर. ऑप्ഷൻ എ ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. ഛാത്രോം കെ പൂർവ്വജ്ഞാൻ പർ. ഒരു പാഠയോജന ഉണ്ടാക്കുന്നതിന് മുന്നേ കുട്ടിക്ക് ഇതുവരെ എന്തെല്ലാം അറിയാം. അപ്പോൾ ഇനി ആ ഒരു ബേസിൽ നിന്നിട്ട് വേണം നമ്മൾ മുന്നിലോട്ട് പോകാൻ അല്ലേ. നമ്മൾ സ്കീമ പഠിച്ചിട്ടുണ്ട് അല്ലേ. സ്കീമ അത് സൈക്കോളജിയിലുള്ളതാണ്. സൈക്കോളജി പഠിച്ചവർക്ക് പിയാഷയുടെ സിദ്ധാന്തം അറിയാം.
സ്കീമ ലെവലാണ് അല്ലേ, ബേസ് ലെവലാണ്. ആ നോളജിൻ്റെ മുകളിലാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, കൂടുതൽ കാര്യങ്ങൾ വെച്ചിട്ട് ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ബേസ് കുട്ടിക്ക് എത്രത്തോളം അറിവുണ്ട് എന്ന് ടീച്ചർ അറിഞ്ഞിരിക്കണം. ഓപ്ഷൻ എ ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. नेक्स्ट क्वेश्चन, वाद विवाद प्रतियोगिता में भाग लेने से क्या लाभ है? ऑप्शन ए शारीरिक विकास होता है, ऑप्शन बी अभिनय शक्ति का विकास होता है, ऑप्शन सी संगीतपरक कौशलों का विकास होता है, ऑप्शन डी तर्क शक्ति का विकास होता है. ऑप्शन डी आने करेक्ट आंसर, तर्क शक्ति का विकास होता है. नेक्स्ट क्वेश्चन, कक्षा में छात्रों की लिखित रचना का संशोधन किस प्रकार करना चाहिए? സംശോധനം എന്ന് പറഞ്ഞാൽ എഡിറ്റിംഗ് കേട്ടോ, തെറ്റിതിരുത്തൽ. അപ്പോൾ കുട്ടി എന്തെങ്കിലും രചനകൾ എഴുതിയിട്ടുണ്ടാവും ഗ്രൂപ്പ് ആക്ടിവിറ്റിയിലൊക്കെ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ തെറ്റുകൾ സംശോധനം ചെയ്യേണ്ടത്? ഓക്കെ, ഓപ്ഷൻ ഇതിൽ 4 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിൽ ഏതാണെന്നാണ്. ഓക്കെ, ആദ്യം അവർ പറയുന്നത് 1 छात्रों की രചനാവും का പരിമാർജൻ കർണ. ഓക്കെ, പരിമാർജൻ ചെയ്യുക, അതായത് അവർക്ക് എഡിറ്റിംഗ് അല്ലെങ്കിൽ തെറ്റ് തിരുത്തുക അല്ലെങ്കിൽ അതൊന്ന് മോഡിഫൈ ചെയ്യാനൊക്കെ പറയാം. നെക്സ്റ്റ്, पूरी रचना को काट कर दोबारा लिखने को कहना. മൊത്തം വെട്ടിയിട്ടിട്ട് വീണ്ടും എഴുതാൻ പറയാം. അഭിഭാവകവും സെ ശിക്കായത് കർണ, പാരൻസിനോട്, അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഓപ്ഷൻ 4 त्रुटियों को सुधारने का അവസരം देना. തെറ്റ്, ത്രുടി മീൻസ് തെറ്റ് തിരുത്താനുള്ള അവസരം കൊടുക്കുക. അപ്പോൾ ഏതൊക്കെയാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. 1 and 4 സഹിഹെ. 1 എന്തായാലും സഹിയാണെന്ന് നമുക്കറിയാം, 4ഉം സഹിയാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. नेक्स्ट क्वेश्चन, भाषा प्रयोगशाला का महत्व क्या है? ओके, ऑप्शन ए പാഠയോജന തയ്യാർ करना. അല്ല, നമുക്കറിയാലോ പാഠയോജന ഉണ്ടാക്കാനല്ല നമുക്ക് ഭാഷ लैंग्वेज लैब ഉള്ളത്. ऑप्शन बी अभिभावकों से पत्र व्यवहार करना. अल्लाह. ऑप्शन सी पाठ्यक्रम की पूर्ति करना. अल्लाह. ऑप्शन डी शुद्ध उच्चारण का अभ्यास करना. ऑप्शन डी ആണ് करेक्ट आंसर तो शुद्ध उच्चारण का अभ्यास करना. नेक्स्ट क्वेश्चन, प्राथमिक स्तर पर भाषा सिखाने का सबसे स्वाभाविक एवं मनोवैज्ञानिक क्रम എന്താ? ഓപ്ഷൻ എ വാക്യ ശബ്ദ അക്ഷർ, ഓപ്ഷൻ ബി ശബ്ദ അക്ഷർ വാക്യ, ഓപ്ഷൻ സി വാക്യ അക്ഷർ ശബ്ദ, ഓപ്ഷൻ ഡി അക്ഷർ വാക്യ ശബ്ദ. ഓപ്ഷൻ എ ആണ് കേട്ടോ കറക്റ്റ് ആൻസർ, വാക്യ ശബ്ദ അക്ഷർ. नेक्स्ट क्वेश्चन, हिंदी अध्यापक का सबसे बड़ा दायित्व इनमें कौन सा है? ओके, ऑप्शन ए मातृभाषा में अर्थ बताना, ऑप्शन बी पाठ्यक्रम की पूर्ति करना, ऑप्शन सी भाषाई वातावरण की सृष्टि करना, ऑप्शन डी परीक्षाओं का आयोजन करना. പരീക്ഷ നടത്തിയോ, മാതൃഭാഷയിൽ പറഞ്ഞു കൊടുത്തോ, അല്ലെങ്കിൽ പാഠചര്യയെല്ലാം പൂർത്തിയാക്കിയോ, ഇതൊന്നുമല്ല ഇമ്പോർട്ടൻറ്റ്. കുട്ടിക്ക് ഭാഷ ഉപയോഗിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക, അതാണ് ഒരു ഹിന്ദി അധ്യാപകൻ ആദ്യം ചെയ്യേണ്ടത് അല്ലേ. നമ്മൾ ഹിന്ദി പറയാനും ഹിന്ദിയിൽ കാര്യങ്ങൾ എഴുതാനും ഒക്കെയുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. नेक्स्ट क्वेश्चन, मनोवैज्ञानिक ढंग के शिक्षण के संबंध में सही क्रम कौन सा है? ओके, सूक्ष्म से स्थूल की ओर, ऑप्शन बी अमूर्त से मूर्त की ओर, ऑप्शन सी पूर्ण से अंश की ओर, ऑप्ഷൻ ഡി സംശ്ലേഷण से विश्लेषण की ओर. ഓക്കെ, അപ്പോൾ ഇതെല്ലാം തിരിച്ചിട്ടാണ് തന്നേക്കുന്നത്. ज्ञात से अज्ञात की ओर, मूर्त से अमूर्त की ओर, सरल से जटिल की ओर, विशिष्ट से सामान्य से और पूर्ण से अंश की ओर. ഓക്കെ, ഇത് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ സി ആണ്, പൂർണ്ണ സെ അംശ് കി ഓർ. ഇതെല്ലാം അങ്ങോട്ടാണ്. സ്ഥൂല സെ സൂക്ഷ്മാണ്, മൂർത്ത് സെ അമൂർത്താണ്, വിശ്ലേഷൺ സെ സംശ്ലേഷണാണ് കേട്ടോ കറക്റ്റ് ആൻസർ. അപ്പോൾ പൂർണ്ണ സെ അംശമാണ് കറക്റ്റ് ആയിട്ടുള്ളത്.
नेक्स्ट क्वेश्चन, बोलचाल का सिद्धांत किस पर आधारित है? बोलचाल का सिद्धांत किस पर आधारित है? ऑप्शन ए बोलने और लिखना, ऑप्शन बी बोलना और पढ़ना, ऑप्शन सी पढ़ना और लिखना, ऑप्ഷൻ डी सुनना और बोलना. ബോൾച്ചാൽ അറിയാമല്ലേ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയുന്നതിനാണ്. അതായത് നമ്മുടെ വീട്ടിൽ സമൂഹത്തിൽ നിന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞിട്ടാണ് കുട്ടി ഭാഷ ആർജിക്കുന്നത് അല്ലേ. അപ്പോൾ ബോൾച്ചാലാണ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ്. അപ്പോൾ ഓപ്ഷൻ ഡി സുനന അവർ ബോലന, കേൾക്കുക അത് തിരിച്ച് പറയാനുള്ള ഒരു കാര്യം മാത്രമേ ഈ സിദ്ധാന്തത്തിലുള്ളൂ. नेक्स्ट, अनुदित का मतलब क्या है? ऑप्शन ए अनुवाद करने वाला, ऑप्शन बी अनुवादक की योग्यता, ऑप्शन सी अनुवाद की हुई रचना, ऑप्शन डी अनुवाद के प्रकार. ऑप्शन सी यानी करेक्ट आंसर, अनुवाद की हुई रचना. नेक्स्ट क्वेश्चन, राजभाषा का समानार्थी शब्द. राजभाषा का समानार्थी शब्द. ऑप्शन ए संघ भाषा, ऑप्शन बी राष्ट्रभाषा, ऑप्शन सी मातृभाषा, ऑप्शन डी मातृेतर भाषा. ऑप्शन बी ആണ് കറക്റ്റ് ആൻസർ, രാഷ്ട്രഭാഷ. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതോടുകൂടിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് കഴിഞ്ഞു. പക്ഷേ ഈ പെഡഗോഗിയുടെ സെക്ഷൻ കാറ്റഗറി 3കാർക്കും കാറ്റഗറി 4കാർക്കും ഒരുപോലെ റെഫർ ചെയ്യാം. സിലബസ് വൈസ് ക്ലാസ് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്തോളൂ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.